ടീ കപ്പ് ഇംഗ്ലീഷ് വെബ് സീരീസാണ്. കുറേ നല്ല അഭിപ്രായം കണ്ടിട്ട് ഫ്രമിൻ്റെ പിൻഗാമി എന്നൊക്കെ കണ്ട് അങ്ങനെ റിവ്യൂസൊക്കെ കണ്ട സീരീസാണിത്. ഒരു സീസണേ ഉള്ളൂ, 8 എപ്പിസോഡേ ഉള്ളൂ, 30 മിനിറ്റ് വെച്ചേ ഉള്ളൂ എല്ലാ എപ്പിസോഡും. ലാസ്റ്റ് മാത്രം 40 മിനിറ്റ് ഉണ്ട്. ഒരു 3.5 മണിക്കൂർ സിനിമ ആണെന്ന ഫീലിൽ കാണാൻ പറ്റിയ സീരീസാണ്. ഇവിടെ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പീക്കോക്ക് ഒറിജിനലായിരുന്നു. പീക്കോക്കിൻ്റെ കണ്ടൻറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി കണ്ടൻറ്റാണ്. നമ്മുടെ ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ അവർ വേറെ ഇവിടുത്തെ സ്ട്രീമിംഗ് ആപ്സിന് കൊടുക്കാറാണ് പതിവ് അവരുടെ സീരീസൊക്കെ. ഇത് ഹോട്ട്സ്റ്റാറിലാണുള്ളത്. ഒരു സീസണിന് ശേഷം ക്യാൻസൽ ചെയ്തു. അപ്പം ഞാൻ ഈ ഡ്യൂറേഷനൊക്കെ കുറേ കൊണ്ട് തന്നെ കാണാൻ രസമായിരുന്നു. ഈ ഫ്രമിൻ്റെ പിൻഗാമി എന്ന് കേട്ടപ്പോൾ ഡബിൾ എക്സൈറ്റ്മെൻ്റ് ആയി. ആ ഒരു ജോണറാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു നാട്ടിൽ ഒരു അങ്ങനത്തെ ഫ്രമിലെ പോലെ തന്നത്തെ ഒരു സെറ്റിങ്ങിൽ ഒരു നാട്ടിൽ ഉണ്ടാകുന്ന ഒരു ഹൊറർ പരിപാടി, പിന്നെ അവിടെ ഒരു ഭീതിപ്പെടുത്തുന്ന കാര്യം, അത് ആ നാട്ടുകാരെ ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെ, അതിലാരെങ്കിലും പൊസസ്ഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ പേടിപ്പിക്കാൻ നോക്കിയിട്ട് നമുക്കൊരു പ്രോപ്പർ ഡ്രാമ കണ്ട ഫീലാണ് കിട്ടുന്നത്. അവിടെ തന്നെ ഒരു ബ്ലാക്ക് മാർക്കായി. നമ്മൾ ആ ഒരു ഹൈപ്പിലും ഇവർ തന്നെ ഹൊറർ എന്നാണ് ഇതിനെ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു പ്രോപ്പർ ഡ്രാമയാണ്. അങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ടുന്ന ഒരു സ്ലോ പേസ്ഡ് ഡ്രാമ, അതിൽ ചില്ലറ മിസ്റ്ററി പരിപാടിയൊക്കെ കിട്ടിയേനെ, അങ്ങനെ ഒരു പോസിറ്റീവ് വന്നേനെ. ഇത് പക്ഷേ പ്രോപ്പർ ഡ്രാമ. ഇതാരാണിത് കണ്ടിട്ട് ചുമ്മാ ഈ സീരീസുകൾ കാണുന്ന ആൾക്കാരെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൂ, അവർക്ക് ഇതിനെ റിവ്യൂ ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ റിവ്യൂ ഒന്നും കിട്ടോ വിശകലനം ചെയ്യാൻ പോലും അറിയത്തില്ലെന്നാണ്. എന്ത് കണ്ടാലും നല്ലതെന്നൊരു അഭിപ്രായമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഈ സീരീസ് പ്രേമികൾക്ക് ഒന്നും കിട്ടിയില്ല. ഇത് അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ചെയ്തു. സീസൺ 1 ശേഷം ക്യാൻസൽ ചെയ്തു. ഞാൻ വിചാരിച്ചു അതിൻ്റെ കണ്ടൻറ്റ് അതേ ഉള്ളൂ, വലിച്ചു കിട്ടാതെ നിർത്തിയതെന്നാണ്. പക്ഷേ ഇത് കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരിന് അവിടെയൊക്കെ നെഗറ്റീവാണ് വന്നിരിക്കുന്നത് പുറത്തൊക്കെ. അങ്ങനെ ഇത് ക്യാൻസലായി പോയതാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു ഹൊറർ കാണാൻ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്കൊരു ഡ്രാമ കണ്ട ഫീലേ കിട്ടൂ. 4ാമത്തെ എപ്പിസോഡിന് ശേഷം 5ാമത്തെ എപ്പിസോഡ് തൊട്ട് ഒരു മിസ്റ്ററി പരിപാടി വരും. ഇവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഈ ഒരു പൊസസ്ഡ് ആണ്, അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സാധനമുണ്ട്. ആ ഒരു എപ്പിസോഡ് മാത്രമാണ് എൻഗേജിങ് ആയി തോന്നിയത്. പിന്നെ 6ാമത്തെ എപ്പിസോഡ് തൊട്ട് വീണ്ടും അതിൻ്റെ കൂടെ തന്നെ വേറെ കാര്യങ്ങളും കൊണ്ട് കുഴപ്പിച്ച് അങ്ങനെ ആയിപ്പോയി. പക്ക ഒരു നാടകം, ഒരു ബഡ്ജറ്റ് കുറഞ്ഞ്, നമുക്ക് ഈ ആർട്ട് പ്രോപ്പർട്ടീസൊക്കെ കുറവ് ഉണ്ട്, ലൊക്കേഷൻ ഇല്ല, കാസ്റ്റ് ഇല്ല, അങ്ങനെ നമ്മൾ തട്ടിക്കൂട്ടൊരു സിനിമ ചെയ്യത്തില്ലേ, ഒരു നാടകം പോലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരേ സ്ഥലത്ത് തന്നെ നടക്കുന്ന ആ ഒരു സാധനം മാത്രമാണ് കിട്ടിയത്. നമ്മുടെ നാടകത്തിൻ്റെ ബാക്കിൽ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ബാക്കിൽ സ്ക്രീൻ മാറി വേറെ ലൊക്കേഷൻ ചുമ്മാ വരത്തില്ല, ആ ഒരു സെറ്റപ്പ്. അപ്പോൾ ഭയങ്കര നിരാശയായിരുന്നു. അല്ല പ്രതീക്ഷ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നത്, ഭയങ്കര നിരാശയായിപ്പോയി. അപ്പോൾ ഈ സീരീസ് നിങ്ങൾ കണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം പറയൂ. എനിക്ക് മാത്രമാണോ, ഇവിടെ കേരളത്തിൽ എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നിയെന്ന് അറിയത്തില്ല. കണ്ടതല്ലേ കണ്ടു നോക്കൂ. ഈ ഒരു ജോണർ ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കൂ. പക്ഷേ എക്സ്പെക്റ്റഡ് ഡ്രാമ, ത്രില്ലറല്ല.